നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ വേളയിൽ തെലങ്കാനയിൽ കോൺഗ്രസിനിടയിലുള്ള ഭിന്നതകളെ മുതലാക്കാൻ ശ്രമിക്കുകയാണ് ബി.ജെ.പി. തെലങ്കാനയിൽ കോൺഗ്രസ് ആണ് അധികാരത്തിലെങ്കിലും ഭരണം പാർട്ടിയുടെ ഹൈക്കമാൻഡാണ് എന്നുള്ളത് തികച്ചും രാഷ്ട്രീയ വിരുദ്ധമാണ്. ഈ അവസരം വരും തെരഞ്ഞെടുപ്പിൽ മുതലാക്കാനാണ് ബി.ജെ.പിയുടെ തീരുമാനം. മുൻ ആന്ധ്രാപ്രദേശിലെ മുഖ്യമന്ത്രിമാരെ നിയന്ത്രിക്കാൻ ശ്രമിച്ച് അവരെ അപമാനിച്ച ചരിത്രമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിനുള്ളത്. ഇതേ രീതിയാണ് ഇപ്പോഴും കോൺഗ്രസ് പിന്തുടരുന്നത്. സ്വതന്ത്ര തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് രേവന്ത് റെഡ്ഡിയെ കോൺഗ്രസ് നേതൃത്വം തടയുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. മന്ത്രിസഭ വികസിപ്പിക്കാനോ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നടപ്പാക്കാനോ കോൺഗ്രസ് ഹൈക്കമാൻഡ് റെഡ്ഡിയെ അനുവദിക്കുന്നില്ല എന്നത് തികച്ചും മോശം പ്രവണതയാണ്. റെഡ്ഡിയെ കെട്ടിയിടുന്നതിലും ചില തീരുമാനങ്ങൾ പിൻവലിക്കാൻ നിർബന്ധിക്കുന്നതിലും പാർട്ടി ഹൈക്കമാൻഡ് വിജയിച്ചിട്ടുണ്ട്. ഹൈക്കമാൻഡ് പ്രതിനിധിയായ ദീപാദാസ് മുൻഷി ഭരണഘടനാ വിരുദ്ധ അധികാരിയായി മാറുകയും മുഖ്യമന്ത്രിയേക്കാൾ കൂടുതൽ സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്നു. അതിന്റെ ഫലമായി കൊലപാതകങ്ങളും കുറ്റകൃത്യങ്ങളും വർദ്ധിക്കുന്നതിനോടൊപ്പം ക്രമസമാധാനം തകരുകയും ചെയ്യുകയാണ്. കഴിഞ്ഞ 6 മാസത്തിനിടെ സർക്കാരിന്റെ ഭരണം ഒരടി മുന്നോട്ടും 3 അടി പിന്നോട്ടും പോലെയാണ്. തർക്ക വിഷയമായ വിഭജന വിഷയങ്ങളിൽ ചർച്ച ചെയ്യാൻ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡുവുമായി നിശ്ചയിക്കപ്പെട്ട ചർച്ചകളെ പ്രഭാകർ സ്വാഗതം ചെയ്തു. എന്നാൽ പരിപാടി നടക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് അനുവദിക്കുമോ എന്നത് ആശ്ചര്യപ്പെടുത്തുന്ന ഒന്നാണ്. ഈ സാഹചര്യത്തിൽ ബി.ജെ.പിക്ക് കൃത്യമായ രീതിയിൽ കരുക്കൾ നീക്കിയാൽ തെരഞ്ഞെടുപ്പിൽ വിജയം നേടാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.